ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മട്ടൻ കറി പ്രിപ്പയർ ചെയ്യാം. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ആദ്യമേ മട്ടൻ കഴുകി അത് കുക്കറിലേക്ക് ഇടുക. അതിൽ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പച്ചമുളക് എന്നിവയിട്ട് സിമ്മിലിട്ട് നമുക്ക് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാവേ. ഒരു 4 വിസിൽ മട്ടൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നല്ല സോഫ്റ്റാണ്. അതിലെ വെള്ളം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഉള്ളി ഇടുന്നത്. ഉള്ളി അരിയേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഇത് ഒറ്റൊരു വിസിൽ കേൾക്കണേ, എങ്കിലേ നമ്മളെ ഉള്ളി നല്ലതുപോലെ ഒന്ന് കുക്കായി വരത്തുള്ളൂ കേട്ടോ. അപ്പം അടുത്ത് ഞാനൊരു അടിക്കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ടൊന്ന് താളിച്ചു. അതിനുശേഷം ദാണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടത്. അപ്പം അതൊന്ന് നല്ല റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെയാണ് ഇതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നത്. ഞാനൊരു 3 സ്പൂൺ മുളക് പൊടിയും, അത് കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണോളം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവയാണ് ചേർക്കുന്നത്. ഇത് സിമ്മിലിട്ടതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ, കാരണം ഇത് കരിഞ്ഞു പോകരുത്. അതിലാണ് നമ്മളുടെ ആ ഒരു കറിയുടെ ഒരു ഫ്ലേവറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നല്ല രീതിയിൽ ഏതാണ്ട് ഒരു ബ്രൗൺ നിറം ആവുന്നവരെ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ഉള്ളി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഗ്രേവി ഞാൻ ഈ മസാലക്കകത്തോട്ട് ഇടുകയാണ്. അപ്പം എന്നിട്ട് നല്ലതുപോലെ അത് വഴറ്റണം. അപ്പോൾ ആ കുറച്ച് വെള്ളം ഒന്ന് പറ്റിയിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാവും. ഇതാണ് കറിയുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യം. ഇത് നമുക്ക് കറി കാണുമ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. അതിനുശേഷം ഒരു തക്കാളി ഇട്ട് വേവിക്കുക. ഇത് നമുക്ക് ഉള്ളിയുടെ കൂടെ വേണമെങ്കിലും ഇടാം. ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. അപ്പം ഇത് നല്ലതുപോലെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതാണ് നമ്മുടെ ഗ്രേവി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച മട്ടനുണ്ട്. അപ്പം എന്താ നോക്കിയേ, നല്ല കടയിലൊക്കെ കിട്ടുന്ന പരുവത്തിലായില്ലേ. ഇത് നമ്മളുടെ വേവിച്ച് വെച്ച മട്ടനാണ്. അതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പം അതും കൂടെ ഒഴിക്കുമ്പോൾ നമ്മളുടെ കറി ഇവിടെ തയ്യാറായേ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ആൾ.